SSLC കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും സമർപ്പിക്കേണ്ട ഒരു രേഖയാണ് അഫിഡവിറ്റ്. ഈ അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തേതായി, ഈ അഫിഡവിറ്റ് തയ്യാറാക്കേണ്ടത് നിങ്ങളുടെ അധികാര പരിധിയുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തയ്യാറാക്കുന്ന അഫിഡവിറ്റിൽ മജിസ്ട്രേറ്റിന്റെ ഒപ്പ്, സീല്, അതോടൊപ്പം തന്നെ കോടതിയുടെ സീല്, നിങ്ങളുടെ പേര്, ഒപ്പ് എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് മേൽവിലാസവുമായി ബന്ധപ്പെട്ട സംശയമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് SSLC പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ താമസിച്ച വിലാസത്തിലല്ല ഇപ്പോൾ താമസിക്കുന്നത് എങ്കിൽ, പ്രധാനമായിട്ടും വിവാഹം കഴിച്ച് മറ്റൊരിടത്തേക്ക് പോകുന്ന ആളുകളൊക്കെയാണ് അങ്ങനെ കാണാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡിലെ വിലാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു പെറ്റീഷൻ കോടതിയിൽ കൊടുക്കുന്നത്. ആ ഒരു വിലാസത്തിലുള്ള മജിസ്ട്രേറ്റ് ആണ് അതിൽ ഒപ്പുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഫിഡവിറ്റിൽ SSLC ബുക്കിലേതുപോലെ വിലാസം എഴുതിയാൽ സ്വാഭാവികമായിട്ടും ഒപ്പിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വിലാസവും പിന്നീട് SSLC ബുക്കിലെ വിലാസവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള